തരംഗ മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രജീഷും കൊല്ലത്ത് നിന്ന് ലിജോയും ചേരും. ആദ്യം രജീഷിലേക്കാണ്. രജീഷ്, സംസ്ഥാനത്തെ സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാണ്? പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് രജീഷ്? അനീഷ, സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 3 ജില്ലകളിലാണ് ഈ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത നൽകിയിട്ടുള്ളത്. കൊല്ലം, പാലക്കാട് ഒപ്പം തന്നെ തൃശൂർ ജില്ലകളിലാണ് ജാഗ്രത പാലിക്കണം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ പറയുന്നു. കൊല്ലം, തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലയിൽ 38 ഡിഗ്രിയും ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ എല്ലാ ജില്ലകളിലും 4 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. 4 ജില്ലകളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു മുൻകരുതൽ സ്വീകരിക്കണം, അത് മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായ സുരക്ഷ പാലിക്കണം. അതായത് നേരിട്ട് തുടർച്ചയായി വെയിലേക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം ഒരു വെള്ളം കുടിക്കണം, നിർജ്ജലീകരണം ഒഴിവാക്കണം, നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യമൊക്കെ തന്നെ ഈ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൃത്യമായി പാലിക്കുക എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതലായി സ്വീകരിക്കാനുള്ളത്. 26-ാം തീയതി വരെ സംസ്ഥാനത്ത് ഉയർന്ന താപനില നിലനിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് അൾട്രാ വയലറ്റ് ജാഗ്രതാ നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അങ്ങനെ ചൂടും അൾട്രാ വയലറ്റ് രശ്മികളുടെ പ്രശ്നങ്ങളും ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള 26-ാം തീയതി വരെ കൃത്യമായി നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അനീഷ, രജീഷ്, ഒരു കാര്യം കൂടി, അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനിടെ പല ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്തും വയനാട്ടുമൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് വ്യാപിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ ഒരാക്കം വരാറുണ്ട് ചൂടിന്. ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ 27-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും സംസ്ഥാനത്ത് ഒരു വേനൽ ചൂടിന് ശമനമുണ്ടാകുന്ന തരത്തിലേക്ക് മഴ ലഭിക്കുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വിശകലനം ചെയ്യുന്നത്. അതായത് 26-ാം തീയതി വരെ നിലവിലെ ഈ ഉയർന്ന താപനിലയുടെ അന്തരീക്ഷം തുടരും, ഉയർന്ന താപനില തുടരും. അതിനുശേഷം 27-ാം തീയതിക്ക് ശേഷമാണ് ഒരു ചൂടിന് ആശ്വാസകരമാവുന്ന തരത്തിലേക്ക് മഴ ലഭിക്കാൻ സാധ്യത ഉള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നത്. അനീഷ. യെസ് രജീഷ്, ഇപ്പോൾ തുടരും. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ലിജോ കൂടി ചേരുകയാണ്. ലിജോ, ഈ പറഞ്ഞതുപോലെ തന്നെ കൊല്ലത്തും രജീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രജീഷ്, ശക്തമായ ചൂട് അത് നമ്മളെല്ലാരെയും വലയ്ക്കുകയാണ്. ഒരുപക്ഷെ ആരോഗ്യ വകുപ്പ് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത്? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു എന്തൊക്കെ സ്വീകരിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട അല്ലെങ്കിൽ അത്തരത്തിൽ തൊപ്പികളൊക്കെ ധരിക്കുക. കാരണം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ആ ജാഗ്രത നിർദ്ദേശമൊക്കെ തന്നെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 4 ദിവസം കൂടി നമ്മൾ ഇത്തരത്തിൽ കർശനമായ ഒരു മുന്നൊരുക്കൽ നടക്കണം. ഈ തുടർച്ചയായി വെയിലേൽക്കുന്ന ജോലികളിൽ ഏർപ്പെടാതിരിക്കുക എന്ന